ആ ഇവിടെ തന്നെ. ആ ഇവിടെ. ആ ബാഗ് എടുത്തോളൂ. വലിയ ഉപകാരം, നന്ദിയുണ്ട്. ശരി ശരി, ഇതിനൊക്കെ എന്തോ നന്ദി. നമസ്കാരം സാറേ. എന്ത് പണിമുടക്കായാലെന്ത്, സാറിന് ഒരു പ്രശ്നമില്ല അല്ലേ? ഉത്തമൻ എങ്ങോട്ടാ സാറേ? പണിമുടക്കായതുകൊണ്ട് ഒരൊറ്റ വണ്ടിയില്ല. ഞാൻ രാവിലെ മുതൽ ഷട്ടിലടിയല്ലേ. ഷട്ടിലോ? സാറേ, വണ്ടി ഇല്ലാത്തതുകൊണ്ട് എങ്ങും പോകാൻ പറ്റാതെ നിൽക്കുന്ന ആളുകളെ വണ്ടിയുടെ പുറകെ കയറ്റി എവിടെയെന്ന് വെച്ചാൽ കൊണ്ടുവിടും, അത്രേ ഉള്ളൂ. ഉത്തമനെ പറ്റി ഞാൻ ഇത്രയും വിചാരിച്ചില്ല. സത്യത്തിൽ ഉത്തമൻ വെറും ഒരു കറക്ക് കമ്പനിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഉത്തമൻ അത്യാവശ്യം സാമൂഹിക ബോധമുള്ളവനാണെന്ന്. ഇത് സാമൂഹിക ബോധമൊന്നുമല്ല സാറേ. അവിടെ കൊണ്ടുവിടുന്നതിന് കിലോമീറ്ററിന് രൂപ 25 രൂപ വെച്ച് ഞാൻ വാങ്ങി. പെട്രോൾ ചെലവ് 2 രൂപയും മറ്റ് തേയ്മാന ചെലവുകളെല്ലാം കൂടെ 3 രൂപയും കൂടെ കഴിഞ്ഞാ മിച്ചം രൂപ 20 രൂപ 1 കിലോമീറ്ററിന് എന്റെ കയ്യിലിരിക്കും. ഈ കയറുന്നവരെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് കാശ് അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ട് ഞാൻ എന്റെ വണ്ടി കയറ്റു. ഓഹോ, ഉത്തമൻ ആള് കൊള്ളാലോ. പുര കത്തുമ്പോ വാഴ വെട്ടുക എന്ന് പറയുന്നത് ഇതിനെയാണ്. സാറേ, വണ്ടിക്കാര് സമരം നടത്തുമ്പോ പെരുവഴിയിലായി പോയ ആൾക്കാരെ ഒന്ന് സഹായിക്കുന്നതിന് എന്താണ് തെറ്റ്? അതിന് ഞാൻ ന്യായമായ കൂലിയും വാങ്ങുന്നു. അവർക്ക് തർക്കമല്ല, പിന്നെ സാറിന് എന്തോന്ന്? പക്ഷേ ഉത്തമൻ ഈ ചെയ്യുന്നത് നിയമവിരുദ്ധമായ ഒരു കാര്യമാണ്. സ്കൂട്ടർ ഓടിക്കുന്നതാ? സ്കൂട്ടർ ഓടിക്കുന്നതല്ല, പിന്നെ സ്കൂട്ടറിന്റെ പിറകിൽ ആളെ കൊണ്ടുപോകുന്നത്. സ്കൂട്ടറിന്റെ പിറകിൽ ആളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണല്ലോ കമ്പനി ഇവിടെ സീറ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പിറകിൽ ആളെ കൊണ്ടുപോകുന്നതിൽ തെറ്റില്ല. പക്ഷേ അങ്ങനെ വണ്ടിയിൽ ആളെ കൊണ്ടുപോകുന്നതിന് പ്രതിഫലം വാങ്ങാൻ പാടില്ല. പ്രതിഫലം വാങ്ങണമെങ്കിൽ യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനുള്ള ജില്ലാ ഗതാഗത വകുപ്പിന്റെ പെർമിഷൻ വാങ്ങണം. ഈ പാട്ടയ്ക്ക് ടാക്സി പെർമിറ്റ് ഉണ്ടോ? ചുമ്മാ പോ സാറേ. ഞാൻ ആരെ നിർബന്ധിച്ച് എന്റെ വണ്ടിയുടെ പുറകെ കയറ്റുന്നില്ലല്ലോ. ആളുകൾക്ക് എവിടെയെങ്കിലും പോകണമെന്ന് പറയുമ്പോൾ ഞാൻ കൊണ്ടുപോകുന്നു. അങ്ങനെ പോകുമ്പോ ഈ വണ്ടിക്ക് പെട്രോൾ അടിക്കണമല്ലോ. നാട്ടുകാർക്ക് വേണ്ടി പെട്രോൾ അടിക്കാനുള്ള കാശ് കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരാൻ ഞാൻ മഹാത്മാഗാന്ധിയോ മദർ തെരേസയോ ഒന്നുമല്ല. സാർ വേണമെങ്കിൽ വണ്ടിയുടെ പിറകെ കയറിക്കോ, വില്ലേജ് ഓഫീസറെ ഞാൻ കൊണ്ടുവിടാം. സാർ അതുകൊണ്ട് കാശ് വേണ്ട, ഫുൾ ഫ്രീ ആണ്. എനിക്ക് നടക്കാൻ 2 കാലും നല്ല ആരോഗ്യവും അതിനുള്ള മനസ്സും തന്നിട്ടുണ്ട്. ഇപ്പൊ ഉത്തമൻ മനസ്സിലായല്ലോ. ആളുകൾ ചെറിയ രീതിയിൽ എന്നെ പോലെ നടന്നു പോകാൻ ശീലിച്ചിരുന്നുവെങ്കിൽ ഉത്തമനെ പോലുള്ളവരുടെ ചൂഷണത്തിന് ഇരയാകില്ലായിരുന്നു. ചൂഷകൻ. പറന്നു പോകുന്ന കാക്കയെ പോലും വിളിച്ച് ഉപദേശിക്കുന്ന ഒരു വില്ലേജ് ഓഫീസർ. ആഹാ, സുധാകരൻ ചേട്ടനോ? ഇതെന്താ പതിവില്ലാതെ? നാട്ടിലെ ഓരോ കാര്യങ്ങൾ കാണുമ്പോ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ കുറച്ച് കാശിന് വന്നതാ വക്കീലേ. കാശോ? കഴിഞ്ഞ ആഴ്ച കടല പറ്റി തീർത്തല്ലേ? പക്ഷേ ഇപ്പൊ 1000 കഴിഞ്ഞു. പൈസക്ക് ഒരു അത്യാവശ്യം വന്നാ ഇങ്ങോട്ടല്ലേ വക്കീലെ വരാൻ പറ്റുള്ളൂ. 1000 കഴിഞ്ഞെന്നോ? അതെങ്ങനെയാ സുധാകരൻ ചേട്ടാ? സാധനത്തിന്റെ വില റോക്കറ്റ് പോലെയല്ലേ വക്കീലെ കയറുന്നത്. പഴയതുപോലെ ഒന്നും കിട്ടൂല. എന്നാലും 1000 രൂപ എന്നൊക്കെ പറഞ്ഞ അതും ഒരാഴ്ച കൊണ്ട്. കണക്കുണ്ട്. ഇത് വെച്ചിട്ട് കാശുതാ, ഞാൻ പോട്ടെ. പെട്രോളിനും ഡീസലിനും വില ഇങ്ങനെ കൂടിയാലേ അടുത്ത ആഴ്ച ഈ 1000ന്റെ സ്ഥാനത്ത് 2000 രൂപയാവും. പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഹലോ, ഹർത്താലല്ലേ? പട്ടാളക്കാരന്റെ വീട് വരെ പോയതാണ് സാധനം എടുക്കാൻ. പോടാവേ. അയ്യോ, നിർത്താൻ പോയില്ല. എഴുന്നേക്കോ, പയ്യെ. ഈശ്വര, മുറിഞ്ഞല്ലോ. ആശുപത്രിയിലേക്ക് പോവാം. നടക്കാൻ വയ്യ സാറേ. ഒരു വണ്ടിയില്ലല്ലോ, എന്തൊക്കെ ചെയ്യുക? ചേട്ടാ, ഈ പയ്യനൊരു അപകടം പറ്റി. ആശുപത്രി കൊണ്ടുപോകാൻ ഒരു വണ്ടി വേണമായിരുന്നു. എന്താ ഇപ്പൊ ചെയ്യുക? വണ്ടി വീട്ടിലുണ്ട്, പക്ഷെ ഇന്ന് പണിമുടക്കല്ലേ സാറേ. വണ്ടി എടുക്കാൻ എനിക്ക് ധൈര്യമില്ല സാറേ. വെറുതെ എന്തിനാ സമരക്കാരെ നേറുകൊള്ളുന്നേ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒരാൾക്ക് ഒരു അപകടം പറ്റുമ്പോ ആശുപത്രി കൊണ്ടുപോണ്ടേ? വേറെ മാർഗം നോക്ക്, എനിക്ക് വയ്യ. ഓഹോ, ഒരാപത്തിൽ സഹായിക്കാൻ ആരുമില്ല. പേടിക്കണ്ട, ഞാൻ കൊണ്ടുപോകും ആശുപത്രിയിലേക്ക്.
തോപ്പിക്കാൻ നോക്കല്ലേ? വരൂ, സൂക്ഷിച്ച്. എന്റെ തോളിലേക്ക് കൈയിട്ടുള്ളൂ. സൂക്ഷിച്ച്, വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും. ഹർത്താലൊക്കെ നല്ലത് തന്നെ, പക്ഷേ ഇന്നുണ്ടായതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായാല ഒരു രക്ഷയില്ല. പണിമുടക്ക് ഒരു ന്യായം തന്നെയാ, പക്ഷേ ഒരാൾക്കൊരു അപകടം പറ്റിക്കഴിഞ്ഞാൽ അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ എന്തിനാ മടിക്കുന്നേ? ഇതാ മോഹനേട്ടാ ഞാൻ പറയുന്നത്. ഹർത്താൽ ഒരു സമരമാർഗം തന്നെയെന്ന് ഞാൻ സമ്മതിക്കാം. പക്ഷേ അതിനോട് യോജിപ്പില്ലാത്തവർക്ക് അതിൽ പങ്കെടുക്കാതിരിക്കാനുള്ള അവകാശം കൂടി വേണം. അങ്ങനെ ഒരു അവകാശം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് മോഹനേട്ടൻ വഴിയിൽ കണ്ടയാൾ അയാളുടെ വണ്ടിയിൽ ആ പയ്യനെ ആശുപത്രിയിൽ എത്തിച്ചേനെ. ഭാഗ്യം കൊണ്ട് അയാൾക്കൊന്നും പറ്റിയില്ല. പക്ഷേ എന്റെ തോളിൽ തൂങ്ങിയ അയാൾ ആശുപത്രി വരെ വന്നത്. ഞാനൊരു കാര്യം പറയാം മോഹനേട്ടാ. ഇന്ന് പലചരക്കടയിലെ സുധാകരൻ ചേട്ടൻ വന്നിരുന്നു. സാധനങ്ങൾക്കൊക്കെ വില കൂടിയത് കൊണ്ട് പൈസ വേണമെന്ന് പറഞ്ഞാ വന്നത്. സാധനങ്ങളുടെ വില കണ്ടപ്പോ എന്റെ കണ്ണ് തള്ളിപ്പോയി. സമരം ചെയ്യുന്നവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ നീ എന്ത് പറയുന്നു? ഹർത്താൽ വേണോ വേണ്ടയോ? ഒരു സമരമാർഗം എന്ന നിലയിൽ ഹർത്താൽ ഉണ്ടായേ പറ്റൂ. പക്ഷേ ആ ഹർത്താലിനോട് യോജിപ്പുള്ളവർക്ക് അതിനോട് സഹകരിക്കാനും യോജിപ്പില്ലാത്തവർക്ക് സഹകരിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം വേണം. അതൊക്കെ നടക്കുമോ? ഇന്നും നാളെ നടക്കില്ലായിരിക്കും, പക്ഷെ നടക്കുന്ന ഒരു കാലം വരും മോഹനേട്ട. പ്രതിഷേധിക്കാനും പ്രതികരിക്കാനുമുള്ള പൗരന്റെ അവകാശവും സന്നദ്ധതയുമാണ് ജനാധിപത്യത്തിന്റെ അടിത്തറ. പക്ഷേ ആ അവകാശത്തിന്റെ പ്രയോഗം വളരെ സൂക്ഷിച്ചു വേണമെന്നാണ് അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. യാതൊരു തരത്തിലുമുള്ള ബലപ്രയോഗമില്ലാതെ ഒരു ഹർത്താൽ നടന്ന് വിജയിച്ചാൽ അപ്പോഴാണ് ആ സമരതന്ത്രം ലക്ഷ്യം കാണുന്നതെന്ന് നടത്തിപ്പുകാർ ആലോചിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ സമരം മറ്റുള്ളവർക്കുള്ളതാണ്, ഞാൻ അതിന്റെ ഗുണഫലം അനുഭവിക്കുക മാത്രമേ ചെയ്യൂ എന്ന് ശഠിക്കുന്നതും ശരിയല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.